അവസാനം അമേരിക്ക കാലാൾപ്പടയെ നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. കുർദികളും അതുപോലെ തന്നെ ഇറാഖിലെ പ്രോക്സികളും അതുപോലെ യമൻ്റെ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന UAEയുടെയും സൗദി അറേബ്യയുടെയുമായിട്ടുള്ള പ്രോക്സികളൊക്കെ കൂട്ടിയിട്ട് ഇറാനിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാലാൾപ്പട പ്രയോഗം നടത്താൻ വേണ്ടി ട്രംപ് ആഹ്വാനം ചെയ്യുന്നതായി റിപ്പോർട്ട് വരുന്നു. അവരുടെ ആവശ്യം അമേരിക്കയുടെ സൈന്യം ഒന്നും പരിക്ക് പറ്റാൻ പാടില്ല, മറ്റുള്ള കൂലിപ്പണിയാളികളും ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് അവർ നിന്നു കൊടുക്കുന്നതും. അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ ഒരു സൈന്യം തന്നെ വേണമെന്നില്ല. ഈ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആയിരം ആളുകൾ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ആവശ്യമായ ആയുധങ്ങൾ നൽകിക്കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഇറാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. അവിടെ റെജീം ചേഞ്ച് വരും. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മോചിപ്പിക്കാനും ലോക സമാധാനത്തിനും ലോക സഞ്ചാരത്തിനും വളരെ ഗുണം ചെയ്യുന്ന രീതിക്ക് ഓപ്പറേഷൻ ചെയ്യാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏത് സമയം എപ്പോൾ അത് ആരംഭിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മീഡിയ അറ്റൻഷനിൽ കൊടുത്ത അല്ലെങ്കിൽ മീഡിയ ഇൻ്റർവ്യൂവിൽ കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവെ ലോക മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കാം. അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം അത്ര കണ്ട് ഈ യുദ്ധത്തെ ഇട്ടേച്ച് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു കിരാതമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ കിരാതമായിട്ടുള്ള ഒരു ആലോചന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ തന്നെ കുവൈറ്റ്, ബഹ്റൈൻ മേഖലകളിൽ ആവശ്യമായ അറ്റാക്കുകളൊക്കെ ഈ ഇറാൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിൽ പറ്റിയ പരിക്കുകൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയും അവിടെ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് ഇറാൻ തന്നെ പറഞ്ഞിട്ടും ആ വിഷയങ്ങൾ കുവൈറ്റോ ബഹ്റൈനോ വ്യക്തമാക്കാൻ തയ്യാറാവുകയും ചെയ്യാത്തൊരു സാഹചര്യം കൂടി പോകുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ടൊരു പുതിയ ഒരു അരക്ഷിതാവസ്ഥയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രംപിന് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടത്തുക എന്നതാണ് ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞു വെക്കുന്ന ഒരു വസ്തുത. കാരണം ട്രംപ് എന്ന് പറയുന്നത് മറ്റ് കുറച്ച് ആളുകളുടെ കയ്യിലെ യന്ത്രമാണ്. അവരെന്താണോ പറയുന്നത് അതുപോലെ ഇയാൾ ചെയ്യുക എന്നതായതുകൊണ്ട് തന്നെ ട്രംപിന് സ്വയം പിന്നാക്കം പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ഫയലിൽ പെട്ടതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കാതെ ട്രംപിന് അങ്ങോട്ടും മാറാൻ കഴിയില്ല എന്നതാണ്. അതായിരിക്കാം ഇദ്ദേഹം ഒരു കാലാൾപ്പടയെ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുന്നത്. കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പുതിയ വിശേഷമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.